ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദിസ്, ദാറ്റ്, ദീസ് ആൻഡ് ദോസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ക്ലാസ് കേൾക്കുന്നതിന് മുൻപായി ഒരു നോട്ട് ബുക്ക് എടുത്ത് അതിൽ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ചെറിയൊരു റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് റൂൾസ് പഠിക്കാം. ഫസ്റ്റ്, ദിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എന്നാണ് മലയാളം മീനിങ് വരുന്നത് അല്ലേ? ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ദിസ് ഈസ് മൈ പെൻ. എങ്ങനെ പറയാം? ഇതെൻ്റെ പേനയാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്ത്? ദിസ് ആണ് അല്ലേ? ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. നെക്സ്റ്റ് എന്താണ്? ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്. എന്താണ് മീനിങ്? മലയാളം മീനിങ് അത് എന്നാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ദാറ്റ് ഈസ് മൈ ഹൗസ്. എന്താണ് മലയാളം മീനിങ്? അത് എൻ്റെ വീടാണ്. എങ്ങനെയാണ് പറയുക? ദാറ്റ് ഈസ് മൈ ഹൗസ്. അപ്പോൾ ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. ഇതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. മലയാളം മീനിങ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്തതാണ് ദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവ. നമുക്ക് എക്സാമ്പിൾ നോക്കിയാലോ. ദീസ് ആർ മൈ ബുക്സ്. ഇവ എൻ്റെ പുസ്തകങ്ങളാണ്. എങ്ങനെയാണ് പറയുക? ദീസ് ആർ മൈ ബുക്സ്. അപ്പോൾ ദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവ. മലയാളം മീനിങ് മറന്നു പോകരുത് കേട്ടോ. അടുത്തതാണ് ദോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവ എന്ന് നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ദോസ് എന്ന് പറഞ്ഞാൽ അവ എന്നാണ് മലയാളം മീനിങ് വരുന്നത്. ദോസ് ആർ ബേർഡ്സ്. അവ പക്ഷികളാണ്. എന്താണ് പറയുക? ദോസ് ആർ ബേർഡ്സ്. അപ്പോൾ ഈ മീനിങ്സ് ഒന്നും മറന്നു പോകാണ്ടിരിക്കുക. മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ആവുകയുള്ളൂ. ഇനി നമുക്ക് ഈ 25 എക്സാമ്പിൾസ് പഠിക്കാം. അതിന് മുൻപായിട്ട് ഞാൻ പഠിപ്പിച്ചു തന്ന റൂൾസ് ആരും മറന്നു പോകാൻ പാടില്ല. അത് മസ്റ്റായിട്ടും പഠിച്ചിട്ട് വേണം ഈ ക്ലാസ് നിങ്ങൾ കേൾക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദിസ് ഈസ് എ പെൻ. എന്താണ് പറയുക? ഇതൊരു പേനയാണ്. അപ്പോൾ നമ്മൾ ദിസ് വെച്ചിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത് കേട്ടോ. ദിസ് ഈസ് എ പെൻ. ഇതൊരു പേനയാണ് അല്ലേ? അങ്ങനെ പറയാം. ഇനി വേറെ നമുക്ക് ദിസ് വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസസ് നോക്കിയാലോ. ദിസ് ഈസ് മൈ ബുക്ക്. ഇത് എൻ്റെ പുസ്തകമാണ്. ദിസ് ഈസ് മൈ ഫോൺ. ഇതെൻ്റെ ഫോണാണ്. ദിസ് ഈസ് മൈ ബാഗ്. ഇതെൻ്റെ ബാഗാണ്. ദിസ് ഈസ് ആൻ ആപ്പിൾ. ഇതൊരു ആപ്പിളാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് സെൻറ്റൻസസ് പഠിച്ചു അല്ലേ? എന്തൊക്കെയാണ് പഠിച്ചത് ദിസ് വെച്ചിട്ട്? ദിസ് ഈസ് എ പെൻ. ദിസ് ഈസ് മൈ ബുക്ക്. ദിസ് ഈസ് മൈ ഫോൺ. ദിസ് ഈസ് മൈ ബാഗ്. ദിസ് ഈസ് ആൻ ആപ്പിൾ. അപ്പോൾ ദിസ് വെച്ചിട്ട് പഠിച്ച സെൻറ്റൻസ് ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ദിസ് എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളം മീനിങ് വരുന്നത്? ഇത് എന്നാണ്. ഇതെന്തായാലും ഇന്ന് വീട്ടിൽ നിന്നും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ദാറ്റാണ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അല്ലേ? അത് എന്നാണ് മലയാളം മീനിങ് വരുന്നത്. അപ്പം ദാറ്റ് ഈസ് എ കാർ. അതൊരു കാറാണ് അല്ലേ? എങ്ങനെ പറയാം? ദാറ്റ് ഈസ് എ കാർ. ദാറ്റ് ഈസ് മൈ ഹൗസ്. അത് എൻ്റെ വീടാണ്. ദാറ്റ് ഈസ് എ സ്കൂൾ. അതൊരു സ്കൂളാണ്. ദാറ്റ് ഈസ് എ ട്രീ. അതൊരു മരമാണ്. ദാറ്റ് ഈസ് മൈ ടീച്ചർ. അതെൻ്റെ അധ്യാപികയാണ്. അപ്പോൾ നമ്മൾ ദാറ്റ് വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസസ് പഠിച്ചു. ദിസ് വെച്ചിട്ട് നമ്മൾ കുറച്ച് സെൻറ്റൻസസ് പഠിച്ചു. ദാറ്റ് വെച്ചിട്ട് നമ്മൾ കുറച്ച് സെൻറ്റൻസസ് പഠിച്ചു. ദിസ് എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നാണ് മലയാളം മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ദാറ്റ് വെച്ചിട്ട് പഠിച്ച സെൻറ്റൻസസ് ഒന്നുകൂടി നമുക്ക് വായിച്ചു നോക്കാം. ദാറ്റ് ഈസ് എ കാർ. ദാറ്റ് ഈസ് മൈ ഹൗസ്. ദാറ്റ് ഈസ് എ സ്കൂൾ. ദാറ്റ് ഈസ് എ ട്രീ. ദാറ്റ് ഈസ് മൈ ടീച്ചർ. ഇനി നമുക്ക് ദീസ് വെച്ചിട്ട് സെൻറ്റൻസസ് പഠിക്കാം. ദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവ. അപ്പം ദീസ് വെച്ചിട്ടുള്ള സെൻറ്റൻസസ് നോക്കാം. ദീസ് ആർ ബുക്സ്. ഇവ പുസ്തകങ്ങളാണ്. ദീസ് ആർ മൈ ഷൂസ്. ഇവ എൻ്റെ ഷൂസുകളാണ്. ദീസ് ആർ ഫ്ലവേഴ്സ്. ഇവ പൂക്കളാണ്. ദീസ് ആർ സ്റ്റുഡൻസ്. ഇവ വിദ്യാർത്ഥികളാണ്. ദീസ് ആർ ആപ്പിൾസ്. ഇവ ആപ്പിളുകളാണ്. അപ്പോൾ നമ്മൾ ദീസ് വെച്ചിട്ടുള്ള സെൻറ്റൻസസ് ഒന്നുകൂടി നോക്കിയാലോ. ദീസ് ആർ ബുക്സ്. ദീസ് ആർ മൈ ഷൂസ്. ദീസ് ആർ ഫ്ലവേഴ്സ്. ദീസ് ആർ സ്റ്റുഡൻസ്. ദീസ് ആർ ആപ്പിൾസ്.
ഇനി നമുക്ക് ദോസ് വെച്ചിട്ടുള്ള സെൻറ്റൻസസ് പഠിക്കാം. ദോസ് ആർ ബേർഡ്സ്. അവ പക്ഷികളാണ്. ദോസ് എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളം മീനിങ് വരുന്നത്? അവ. ദോസ് ആർ ബേർഡ്സ്. പിന്നെ നെക്സ്റ്റ് ദോസ് ആർ ബസ്സസ്. അവ ബസ്സുകളാണ്. ദോസ് ആർ ട്രീസ്. അവ മരങ്ങളാണ്. ദോസ് ആർ മൈ ഫ്രണ്ട്സ്. അവ എൻ്റെ സുഹൃത്തുക്കളാണ്. ദോസ് ആർ ടീച്ചേഴ്സ്. അവ അധ്യാപകരാണ്. അപ്പോൾ ദോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവ. അപ്പം നമ്മൾ കുറച്ച് സെൻറ്റൻസസ് പഠിച്ചു അല്ലേ ദോസ് വെച്ചിട്ട്? ഒന്നുകൂടി നമുക്ക് നോക്കിയാലോ. ദോസ് ആർ ബേർഡ്സ്, ദോസ് ആർ ബസ്സസ്, ദോസ് ആർ ട്രീസ്, ദോസ് ആർ മൈ ഫ്രണ്ട്സ്, ദോസ് ആർ ടീച്ചേഴ്സ്. ഇനി നമുക്ക് ദിസ്, ദാറ്റ്, ദീസ്, ദോസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇത് നിൻ്റെ പേനയാണോ? നമുക്ക് എങ്ങനെ ചോദിക്കാം? ഈസ് ദിസ് യുവർ പെൻ? അപ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? ഈസ് ഫസ്റ്റ് കൊണ്ടിട്ടു അല്ലേ, എന്നിട്ടാണ് രണ്ടാമതാണ് ദിസ് വരുന്നത്. അപ്പം ഈസ് ആദ്യം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അപ്പം ഈസ് ദിസ് യുവർ പെൻ? ഇത് നിൻ്റെ പേനയാണോ? ഈസ് ദാറ്റ് യുവർ ബൈക്ക്? അത് നിൻ്റെ ബൈക്കാണോ? അപ്പോൾ നമ്മൾ ദിസ്സിനും ദാറ്റിനും എന്താണ് യൂസ് ചെയ്തത്? ഈസ് വെച്ചിട്ട് ഫസ്റ്റ് ഈസ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു അല്ലേ, എന്താണ്? അത് നിൻ്റെ ബൈക്കാണോ? അങ്ങനെ ചോദിക്കാം, ഈസ് ദാറ്റ് യുവർ ബൈക്ക്. ഇനി നമുക്ക് ഇവ നിൻ്റെ പുസ്തകങ്ങളാണോ എന്നെങ്ങനെ ചോദിക്കാം? അപ്പോൾ നമ്മൾ ദീസിൻ്റെ അവിടെ ആറായിരുന്നു സെൻറ്റൻസസിൻ്റെ കൂടെ പഠിച്ചതില്ലേ. അപ്പം നമുക്ക് ആറ് ഫസ്റ്റ് ഇട്ടിട്ട് ചോദിക്കാം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം. ആർ ദീസ് യുവർ ബുക്സ്? ഇവ നിൻ്റെ പുസ്തകങ്ങളാണോ? എങ്ങനെയാണ് ചോദിക്കുക? ആർ ദീസ് യുവർ ബുക്സ്? ഇനി അവ നിൻ്റെ ഷൂസുകളാണോ? എങ്ങനെ ചോദിക്കാം? ആർ ദോസ് യുവർ ഷൂസ്? അവ നിൻ്റെ ഷൂസുകളാണോ? ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ദിസിൻ്റെയും ദാറ്റിൻ്റെയും മുന്നിൽ ഈസാണ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ ദീസിൻ്റെയും ദോസിൻ്റെയും മുമ്പിൽ നമ്മൾ ആറാണ് നമ്മൾ യൂസ് ചെയ്തത്. അതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. പിന്നെ നമ്മൾ അടുത്ത് ചോദിക്കുന്നത്, ഇത് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് ആണ് എന്നെങ്ങനെ പറയാം നമുക്ക്? ദിസ് ഈസ് അവർ ഇംഗ്ലീഷ് ക്ലാസ്. ഇത് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് വെച്ചിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പഠിച്ചു അല്ലേ. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? ക്വസ്റ്റ്യൻ ചോദിക്കാനും പഠിച്ചു അല്ലേ. ദിസും ദാറ്റും ദീസും ദോസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും പഠിച്ചു. അപ്പോൾ നിങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഹോംവർക്ക് തരികയാണ്. നിങ്ങൾ എൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഈ റൂൾസ് എല്ലാം പഠിച്ച് എക്സാമ്പിൾസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് റൈറ്റ് 10 സെൻറ്റൻസസ് യൂസിങ് ദിസ്, ദാറ്റ്, ദീസ് ആൻഡ് ദോസ്. ഓക്കെ, അപ്പം നിങ്ങളിന്ന് വീട്ടിൽ നിന്ന് 10 സെൻറ്റൻസസ് ഉണ്ടാക്കി നോക്കണം. എന്ത് വെച്ചിട്ട്? ദിസ്, ദാറ്റ്, ദീസ്, ദോസ് വെച്ചിട്ട് 10 സെൻറ്റൻസസ് എഴുതിയിട്ട് ഒന്നെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം. കമൻ്റായിട്ട് ഇട്ടില്ലെങ്കിലും നിങ്ങൾ വീട്ടിൽ നിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്വന്തമായിട്ട് എഴുതിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ടും എഴുതാനായിട്ടും ഒക്കെ സാധിക്കും കേട്ടോ. ഇവിടെ ഞാൻ 10 സെൻറ്റൻസസ് ഉണ്ടാക്കിയത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കണം കേട്ടോ വീട്ടിൽ നിന്ന്. ഇത് ഞാൻ വെറുതെ നിങ്ങൾക്കൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. എന്തായാലും ഇതും കൂടി ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ 10 സെൻറ്റൻസസ് സ്വന്തമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഇതും അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഇതും കൂടി നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് മനസ്സിലാക്കി വായിക്കുക. എന്നിട്ട് നിങ്ങൾ വേറെ 10 സെൻറ്റൻസസ് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ബുക്കിൽ എഴുതി വെച്ചാലും മതി. ഇല്ലെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് വിട്ടോ കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.